ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് ബ്രെഡ് ബോൾ റെസിപ്പി ആയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണും അതിൻ്റെ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ക്യാരറ്റ് ബോൾ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ക്യാരറ്റ്, ഷുഗർ, ഏലക്ക, ബ്രെഡ്, നെയ്യ്. ഇതാണ് ബ്രെഡ് ബോൾ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഫസ്റ്റ് നമുക്ക് ക്യാരറ്റിൻ്റെ തൊലി കളയണം. ക്യാരറ്റ് കഴുകിയിട്ടില്ല, തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയാൽ മതി. പൊട്ടാറ്റോൻ്റെ തൊലി കളയുന്ന പോലെ ഡീപ്പായിട്ട് ക്യാരറ്റിൻ്റെ തൊലി കളയണമെന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞാൽ മതി. തൊലി കളഞ്ഞതിന് ശേഷം ക്യാരറ്റിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ക്യാരറ്റ് തൊലി കളഞ്ഞതിന് ശേഷം നമുക്കത് കഴുകിയെടുക്കാം. എന്നിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യണം. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിൽ മിൽക്ക് മെയ്ഡ് ഒന്നും ആഡ് ചെയ്യൂല എന്നുള്ളൂ. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് എല്ലാം ആഡ് ചെയ്യാറുണ്ട്. ഇതിൽ അതൊന്നും ആഡ് ചെയ്യണ്ട. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സാണ്. മിൽക്ക് മെയ്ഡ്, പാൽ, ഇത് രണ്ടും മാത്രം ഇതിൽ ചേർക്കണില്ല. ബാക്കിയെല്ലാം സെയിം മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലോ ഫ്ലെയിമിൽ പാൻ വെച്ചിട്ട് പാൻ നന്നായി ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് കുറച്ച് ചേർത്താൽ മതി. കാരണം നെയ്യ് കൂടിപ്പോയാൽ നമുക്ക് ക്യാരറ്റ് ബോളാക്കാൻ പറ്റൂല. ബോളാക്കാൻ ബുദ്ധിമുട്ടാവും, സെറ്റായി കിട്ടൂല അത് വേഗം. നെയ്യ് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ചേർക്കാം. വെള്ളം തീരെ ചേർത്ത് കൊടുക്കണ ആവശ്യമില്ല. നെയ്യിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് കുക്കാവും. അതുമാത്രമല്ല, വെള്ളം ചേർക്കുകയാണെങ്കിൽ ക്യാരറ്റ് ബോളാക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വെള്ളം തീരെ ചേർത്ത് കൊടുക്കരുത്. ഏലക്ക ഞാൻ ഫുള്ളായിട്ടാണ് ഇടുന്നത്. വേണമെങ്കിൽ അത് നമുക്ക് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും ഫ്ലേവറും ഒന്നും കൂടെ നന്നായിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കുക്കാവുന്നത് വരെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു 3 to 5 മിനിറ്റ്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫൈവ് മിനിറ്റ്സ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാൻ ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കാം. ക്യാരറ്റ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറാൻ വെക്കണം. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഈ കാണുന്ന പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കാം.
നെയ്യ് കൂടുതലായാലും ഇതിങ്ങനെ ബോളാക്കാൻ പറ്റൂല, ബുദ്ധിമുട്ടാവും. ക്യാരറ്റ് ബോൾ ഈ വീഡിയോയിൽ കാണുന്ന സൈസിൽ ബോളാക്കിയാൽ മതി. ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണ്. ക്യാരറ്റ് ബോളാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്യണം. ഈ കട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ബ്രെഡ് പുഡിങ്ങിനെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഇനി റെഡിയാക്കി വെച്ച ബ്രെഡ് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ വെള്ളം ഫുള്ളും കളയണം പ്രസ് ചെയ്തിട്ട്. പ്രസ് ചെയ്യുന്ന സമയത്ത് വെള്ളം തട്ടാത്ത ഭാഗം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് വെള്ളം തൊട്ടിട്ട് പിന്നെയും പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്യാരറ്റ് ബോളാക്കി വെച്ചത് ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ അത് ബോളാക്കണം. നന്നായിട്ട് ബോളാക്കി കൊടുക്കണം. ക്യാരറ്റിൻ്റെ ഭാഗം കാണാത്ത മാതിരി ബോളാക്കി കൊടുക്കണം. ക്യാരറ്റ് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതേ മെത്തേഡിൽ ക്യാരറ്റിന് പകരം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന മസാല അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടും ഇത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ക്യാരറ്റ് ബ്രെഡിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലത്. ഓയിൽ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബ്രെഡ് ബോൾ ഇടണം. ബ്രെഡ് ബോൾ ഇട്ടതിന് ശേഷം ഫ്ലെയിം മിഡിലാക്കി കൊടുക്കാം. ബ്രെഡ് ബോൾ ഒരു ഭാഗം കുക്കായതിന് ശേഷം മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ബ്രെഡ് ബോൾ ഫ്രൈ ചെയ്യണം. വീഡിയോയിൽ കാണുന്ന പോലെ വൈറ്റ് കളർ കാണുന്ന ഭാഗം ഓയിലിലേക്ക് ആക്കി കൊടുക്കണം. ബ്രെഡ് ബോൾ ഫ്രൈ ആക്കുന്നത് മിഡിൽ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം കരിഞ്ഞു പോവും. അത് ശ്രദ്ധിക്കണം. ബ്രെഡ് ബോൾ ഈ വീഡിയോയിൽ കാണുന്ന കളർ ആകുന്നവരെ എണ്ണയിൽ തിരിച്ചിട്ട് കൊടുക്കണം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ക്യാരറ്റ് ബ്രെഡ് ബോൾ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ബ്രെഡ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആണത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ ക്യാരറ്റ് ബ്രെഡ് ബോൾ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.